നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാൻ നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ? ഏതെങ്കിലും മീറ്റിങ്ങുകളിലോ പാർട്ടികളിലോ ഇന്റർവ്യൂകളിലോ പോകുമ്പോൾ മറ്റുള്ളവരെക്കാൾ നിങ്ങൾ താഴ്ന്നവരാണെന്നോ അല്ലെങ്കിൽ നിസ്സാരക്കാരാണെന്നോ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ശരിയായ ഉത്തരം പോലും പറയാൻ കഴിയാതെ ഉള്ളിലൊരു വിറയലോ പേടിയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ടെന്നാണ്. ഓഫീസിൽ ബോസിനോട് സംസാരിക്കാനോ പുതിയ ഒരാളോട് ഇടപഴകാനോ ഒക്കെ നമ്മളെ തടയുന്നത് ഈ കുറവാണ്. എന്നാൽ ഓർക്കുക, ഒരു സാധാരണക്കാരനെ സവിശേഷമായ ഒരാളാക്കി മാറ്റുന്നത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ജന്മനാ ലഭിക്കുന്നതല്ല. നമ്മൾ ജനിക്കുമ്പോൾ എത്ര നിസ്സഹായരായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. കാലക്രമേണയാണ് നമ്മൾ നടക്കാനും ഓടാനും പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസവും. ജിമ്മിൽ പോയി കഠിനാധ്വാനം ചെയ്താൽ മസിലുകൾ ഉണ്ടാവുന്നത് പോലെ ആത്മവിശ്വാസവും നിരന്തരമായ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കേണ്ട ഒരു മസിലാണ്. മനുഷ്യൻ മഹാനാകുന്നത് അവന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്, ജനനം കൊണ്ടല്ല. ആത്മവിശ്വാസമില്ലാത്തവൻ ജീവിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആത്മവിശ്വാസമില്ലാതെ ജീവിക്കുന്ന ഒരാൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ? ഇല്ല. അവൻ കേവലം നിലനിൽക്കുകയാണ്. ജോലി ലഭിക്കുന്ന അവസരം കൈവരുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന് ചോദിച്ച് ഒഴിഞ്ഞു മാറുന്നവൻ. ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ എന്നെ നോക്കി ചിരിക്കുമോ എന്ന് ഭയന്ന് പിന്മാറുന്നവൻ. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഭയം കൊണ്ട് ഉള്ളിൽ ഒതുക്കുന്നവൻ. ആ ജീവിതം ഒരു ജയിൽ ജീവിതത്തിൽ നിന്നും എന്ത് വ്യത്യാസമുണ്ട്? ശരീരം സ്വതന്ത്രമായിരിക്കാം, പക്ഷെ മനസ്സ് ഒരു ഇരുണ്ട കൂട്ടിലാണ്. ആ കൂടിന്റെ താഴു തുറക്കാൻ ആത്മവിശ്വാസം ഒഴികെ മറ്റൊന്നും കൊണ്ട് കഴിയില്ല. ആത്മവിശ്വാസവും ആത്മസംശയവും. ലോകത്ത് 2 തരം ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഒരു കാര്യം അറിയില്ലെങ്കിലും ഞാനത് പഠിച്ചെടുക്കും, എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം എപ്പോഴും സ്വന്തം കഴിവിൽ സംശയിക്കുന്നവരാണ്. എനിക്ക് പറ്റുമോ, മറ്റുള്ളവർ എന്ത് പറയും എന്ന ചിന്ത ഇവരെ പുറകോട്ട് വലിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വളരുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ആത്മവിശ്വാസമില്ലാത്ത ഒരാളുടെ അറിവും ധൈര്യവും നിഷ്ഫലമാണ്. ലോകം ആത്മവിശ്വാസത്തിന്റെ ഭാഷ മാത്രം കേൾക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ലോകം ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലെ അറിവ് നോക്കി ആദരിക്കില്ല. ലോകം നോക്കുന്നത് നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ്. ചരിത്രം നോക്കൂ. ചാണക്യൻ ഒരിക്കൽ ഒരു ദരിദ്ര ബ്രാഹ്മണനായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ഭാവി നിർണയിച്ചത് ആ ഒറ്റ ആയുധം കൊണ്ടാണ്, ആത്മവിശ്വാസം. ഒരു ഇന്റർവ്യൂ ഹാളിൽ ഇരിക്കുന്ന 2 ഉദ്യോഗാർത്ഥികളെ ഒന്ന് സങ്കല്പിക്കൂ. ഒരാൾ ഉത്തരം അറിഞ്ഞിട്ട് വിറച്ചു പറഞ്ഞു. മറ്റേയാൾ ഉത്തരം ശരിയല്ലെങ്കിൽ പോലും ഉറപ്പോടെ പറഞ്ഞു. ആരെ ആ ജഡ്ജ് ഓർക്കും? ഉത്തരം നിങ്ങൾക്കറിയാം. കാരണം ആത്മവിശ്വാസം ഉള്ളവൻ ഒരു കാന്തം പോലെയാണ്. ആളുകൾ അവനിലേക്ക് ആകർഷിക്കപ്പെടും. ബഹുമാനം സ്വാഭാവികമായി വരും. ആദ്യത്തെ 20 സെക്കൻഡ് നിയമം. പലപ്പോഴും തുടക്കമിടാനുള്ള മടിയാണ് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നത്. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വെറും 20 സെക്കൻഡ് മാത്രം ധൈര്യം കാണിക്കുക. ആ ആദ്യത്തെ ചുവടുവെപ്പ് നടത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ താനേ വന്നോളൂ. ഭയവും നാണവും ആ തുടക്കത്തിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ശരീരഭാഷ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കണ്ണാടിയാണ്. എപ്പോഴും നേരെ നിവർന്നു നിൽക്കുക. തോളുകൾ വിടർത്തി പിടിക്കുക. സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. പുറമേ ആത്മവിശ്വാസം കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സും അത് വിശ്വസിച്ചു തുടങ്ങും. നിങ്ങളുടെ ശബ്ദം ഒരു ആയുധമാണ്. ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. ആത്മവിശ്വാസം ശരീരത്തിൽ മാത്രമല്ല, ശബ്ദത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഭയത്തോടെ സംസാരിക്കുന്ന ഒരാളുടെ ശബ്ദം ഒരു ഇല പോലെ വിറയ്ക്കും. ഉറ്റുനോക്കാൻ പോലും ആർക്കും തോന്നില്ല. എന്നാൽ ആത്മവിശ്വാസത്തോടെ പതിഞ്ഞ ശബ്ദത്തിൽ ഉറച്ചു സംസാരിക്കുന്ന ഒരാൾ ആ മുറിയിലെ ഓരോ ആളുകളുടെയും ശ്രദ്ധ ആകർഷിക്കും. ഇനിയിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ ഉറക്കെ ഉറക്കെ സ്വന്തം പേര് പറഞ്ഞു നോക്കൂ. ഞാൻ ശക്തനാണ്, ഞാൻ കഴിവുള്ളവനാണ്. ഇത് ചിരിക്കാനുള്ള കാര്യമല്ല, ഇതാണ് ശാസ്ത്രം. ആവർത്തിക്കുന്ന ചിന്ത മനസ്സ് വിശ്വസിക്കും. വിശ്വസിക്കുന്ന മനസ്സ് ശരീരത്തെ നയിക്കും. പരാജയത്തെ ഭയപ്പെടാതിരിക്കുക. പരാജയപ്പെടുമെന്ന ഭയം നിങ്ങളുടെ വളർച്ചയെ തടയും. ലോകത്തിലെ എല്ലാ വിജയികളും പരാജയങ്ങളെ അഭിമുഖീകരിച്ചവരാണ്. പരാജയത്തെ ഒരു അന്ത്യമായി കാണാതെ പഠിക്കാനുള്ള ഒരു അവസരമായി കാണുക.
വീഴാൻ പേടിക്കാത്തവനെ പറക്കാൻ കഴിയൂ. പരാജയം ഒരു ശിക്ഷയല്ല, ഒരു പ്രശിക്ഷണമാണ്. തോമസ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് 1000-ലധികം തവണ പരാജയപ്പെട്ടു. ഒരു പത്രക്കാരൻ ചോദിച്ചു, 1000 തവണ പരാജയപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എഡിസൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 1000 തവണ പരാജയപ്പെടുകയല്ല ചെയ്തത്. ഞാനൊരു ബൾബ് ഉണ്ടാക്കാൻ 1000 വഴികൾ ഉള്ളതല്ല എന്ന് കണ്ടുപിടിച്ചു. ഇതാണ് ആത്മവിശ്വാസമുള്ളവന്റെ ചിന്ത. നിങ്ങളൊരു ഇന്റർവ്യൂ ഫെയിലാകുന്നു, അത് നിങ്ങൾ യോഗ്യനല്ല എന്നല്ല, ആ ജോലി നിങ്ങൾക്ക് ഉദ്ദേശിക്കപ്പെട്ടതല്ല എന്നാണ്. ഒരു ബന്ധം തകരുന്നു, അത് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നല്ല, ആ ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഒരു ഉദ്ദേശ്യമുണ്ടെങ്കിൽ ഒരു പ്രതിബന്ധവും നിങ്ങളെ നിർത്തില്ല. സാമൂഹികമായി ഇടപെടുക. മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കും. കല്യാണങ്ങൾക്കും മറ്റും ആഘോഷങ്ങൾക്കും പോവുക. അവിടെയുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുക. ചെറിയ ചെറിയ സംഭാഷണങ്ങളിലൂടെ ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കും തോന്നും അവരും നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണെന്ന്. അപരിചിതരോട് 2 മിനിറ്റ് സംസാരിക്കുക. യാത്ര ചെയ്യുമ്പോഴോ മറ്റോ അപരിചിതരായ ആളുകളോട് വെറും 2 മിനിറ്റ് സംസാരിക്കാൻ ചാലഞ്ച് എടുക്കുക. ഇന്ന് നല്ല ചൂടാണല്ലോ എന്നോ മറ്റോ ഉള്ള ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ തുടർന്നാൽ നിങ്ങളുടെ പേടി ഇല്ലാതാകും. ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരം ഫിറ്റ് അല്ലെങ്കിൽ മനസ്സിനും ആത്മവിശ്വാസം കുറയും. വ്യായാമം ചെയ്യുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതും നിങ്ങളുടെ മുഖത്തൊരു തിളക്കം നൽകും. നമ്മുടെ മുഖം മാറ്റാൻ നമുക്ക് കഴിയില്ലായിരിക്കും, എന്നാൽ ഫിറ്റ്നസ് നമ്മുടെ കയ്യിലാണ്. ശരീരം ഊർജ്ജസ്വലമാണെങ്കിൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങും. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. തെറ്റുകൾ വരുത്താൻ പേടിക്കരുത്. ഒന്നും പുതുതായി ചെയ്യാത്തവർക്ക് മാത്രമേ തെറ്റുകൾ പറ്റാതിരിക്കൂ. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്രയോ തവണ വീഴുന്നു, എങ്കിലും അവർ പരിശ്രമം നിർത്തുന്നില്ല. ഓരോ തെറ്റും ഓരോ പാഠമാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാവുക. ലക്ഷ്യമില്ലാത്ത ആത്മവിശ്വാസം കൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുകയും അവ ഓരോന്നായി പൂർത്തിയാക്കുകയും ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് പിന്നാലെ ഓടിയാൽ ലോകം നിങ്ങൾക്ക് പിന്നാലെ വരും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനേക്കാൾ നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നതിന് പ്രാധാന്യം നൽകുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് മുകളിൽ നിങ്ങളുടെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. സ്വന്തം കണ്ണിൽ വലിയവനാക്കുക. മറ്റുള്ളവരുടെ അനുവാദത്തിനോ അംഗീകാരത്തിനോ വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങളുടെ കുറവുകളെയും കഴിവുകളെയും ഒരേപോലെ സ്വീകരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റൊരാളുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. പേടിയുള്ള കാര്യങ്ങൾ ധൈര്യത്തോടെ നേരിടുക. ഓരോ തവണ ഭയത്തെ നേരിടുമ്പോഴും നിങ്ങൾ കൂടുതൽ ശക്തനാകും. ആത്മവിശ്വാസം എന്നത് ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല, അത് പൊരുതി നേടേണ്ട ഒന്നാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ആത്മവിശ്വാസമുള്ളവനാകും എന്ന് താഴെ കമന്റ് ചെയ്ത് ഈ മാറ്റത്തിന് ഇന്ന് തന്നെ തുടക്കമിടൂ. ജീവിതം മാറ്റുന്ന ഇത്തരം അറിവുകൾക്കായി നമ്മുടെ സീക്രട്ട് വിസ്ഡം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.